ഹായ്, ഞാൻ വീണ്ടും വന്നു ഗിരി തൃശൂർ. എന്റെ യൂട്യൂബ് ചാനലൊക്കെ കെട്ടിക്കുട്ടി പോലെ കുറെ നാളായിട്ടൊന്നും തുടരാറൊന്നുമില്ല. അപ്പൊ ഒന്ന് പൊടി തട്ടിയെടുക്കാന്ന് കരുതി. അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ എന്റെ വ്ളോഗ് തുടങ്ങാണ്. ഏതായാലും രണ്ടാമത് തുടങ്ങുമ്പോ ഒരു പാട്ടോട് കൂടി തുടങ്ങാം, ഇതല്ലേ നല്ലത്. രണ്ടുപേര് പാട്ട് പാടാം. പക്ഷെ അതിന്റെ ശ്രുതി, താളം, ലയം, മണ്ണാങ്കട്ടിയും വീട്ടിൽ ആരും വരരുത്. എനിക്ക് ഇഷ്ടമുള്ള പാട്ട് വേണം പാടുന്നു മാത്രം. ഏതായാലും പാട്ട് പാടിക്കൊണ്ട് എന്നെ തുടങ്ങാം. ఎందరో మహానుభావులు, ఎందరో మహానుభావులు, అందరి వందన మూడు, అందరి వందన మూడు. ఎందరో മഹാനുഭാവുലു, എത്രയോ മഹാനുഭാവന്മാർ, അവർക്കേവർക്കും വന്ദനം. അപ്പൊ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. നമുക്ക് ഒരു വ്യക്തിയോട് റെസ്പെക്ട് തോന്നും. നമ്മളൊരു ദിവസം ഒരു 100 പേര് ഇടപഴകുന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ദിവസം ഓരോരുത്തരായിട്ട് നമ്മൾ ഇടപഴകുന്നുണ്ടാവും, അല്ലെ? ആരൊക്കെയാണെന്ന് നമുക്ക് തിരിച്ചറിയില്ല. എങ്കിലും സ്ഥിരം കാണുന്ന ആൾക്കാരല്ലേ നമ്മൾ ഒരു വ്യക്തിക്ക് നമ്മൾ ഒരു റെസ്പെക്ട് കൊടുക്കും, ഒരു പരിഗണന കൊടുക്കും. നമ്മുടെ പരിഗണന ഇല്ലെങ്കിലും ആ പുള്ളി ജീവിക്കും, നമ്മുടെ റെസ്പെക്ട് ഇല്ലെങ്കിലും ആ പുള്ളി ജീവിക്കും. പക്ഷെ നമ്മൾ നമ്മുടേതായ റെസ്പെക്ട് കൊടുക്കും. കാരണം ആ പുള്ളിയുടെ പെരുമാറ്റം കണ്ടിട്ടും മറ്റുള്ളവരോടുള്ള പെരുമാറ്റം കണ്ടിട്ടും ആ പുള്ളി നമ്മോടുള്ള സമീപനം കണ്ടിട്ടും നമുക്ക് പുള്ളിയോട് നമുക്കൊരു റെസ്പെക്ട് തോന്നും, ഒരു പരിഗണന നമ്മൾ സ്വയം കൊടുക്കും, അല്ലെ? അതുണ്ടാവണമാണ്, എല്ലാവർക്കും സ്വയം ഉണ്ടാവണമാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ സത്യം അറിയണം. അതായത് നമ്മൾ റെസ്പെക്ട് കൊടുത്ത വ്യക്തി, നമ്മൾ പരിഗണന കൊടുത്ത വ്യക്തി, ഈ റെസ്പെക്റ്റും പരിഗണന എന്ന് പറയുന്നത് പ്രണയമല്ല കേട്ടോ. പ്രണയം മൂത്ത് പ്രണയം നടിച്ച് ടാപ്പ് കിട്ടി പണ്ടറങ്ങി പോയ ആൾക്കാരുണ്ട്, അല്ലല്ല. ഇത് റെസ്പെക്ട് എന്ന് പറയും. നമ്മളൊരു വ്യക്തി റെസ്പെക്ട് കൊടുക്കുക, പരിഗണന കൊടുക്കുക. നമ്മുടെ മനസ്സുകൊണ്ട് നമുക്കൊരു പരിഗണന കൊടുക്കാം. കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ അറിയണേ നമ്മൾ ആ വ്യക്തിയുടെ മുന്നിൽ കോമാളിയാവാറുന്നു, ആ വ്യക്തി തിരിച്ചുകൊണ്ട് നമ്മളെ വഞ്ചിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ചതിക്കുകയായിരുന്നു, നമ്മളെ പറ്റിക്കപ്പെടായിരുന്നു. നമ്മൾ കൊടുക്കുന്ന റെസ്പെക്ട് ഒന്നും ഒരു വില ഉണ്ടായിരുന്നില്ല, നമ്മൾ കൊടുത്ത പരിഗണന ഒന്നും പുള്ളിക്ക് ഒരു വില ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചുകൊണ്ട് പുള്ളി നമ്മളെ പറ്റിക്കായിരുന്നു, നമ്മൾ കബളിക്കപ്പെടായിരുന്നു. അങ്ങനെ അറിയുന്ന ഒരു നിമിഷം നമ്മൾ ഇത്രയും റെസ്പെക്ട് കൊടുത്ത് ഇത്രയും പരിഗണന കൊടുത്തിട്ട് അങ്ങനെ അറിയുന്ന ഒരു നിമിഷത്തില് ചങ്ക് തകർന്നു പോകുന്ന ഒരു നേരമുണ്ട്, അല്ലേ? നമ്മള് പച്ചയായ മനുഷ്യനാണെങ്കിൽ അവന്റെ മനസ്സിൽ കരുണ, ദയം, ഇഷ്ട, സ്നേഹമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, സാധാരണ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അവന് ചങ്ക് പൊള്ളും. ആ നിമിഷം ചിലപ്പോ ഒന്നല്ലാണ്ടാക്കി വരും, നമ്മുടെ ഭൂമിയിൽ അരിഞ്ഞു പോണ പോലെ തോന്നും. നമ്മൾ ഇത്രയും പരിഗണന കൊടുത്ത് ഇത്രയും റെസ്പെക്ട് കൊടുത്തിട്ട് ആ പുള്ളി തിരിച്ചുകൊണ്ട് നമ്മളെ ഒരു വലിയില്ലാത്ത പോലെ ഒരു കോമാളിയായി കാണുന്നു പറയുന്ന സമയം ചിലപ്പോൾ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ചില ആൾക്കാർക്ക്. അപ്പോ ചില ആൾക്കാർ എന്ത് ചെയ്യാൻ ഡിപ്രഷൻ അടിച്ച് പണ്ടടങ്ങി പോകും. ചിലവര് അവർക്ക് ഇഷ്ടപ്പെട്ട ലഹരി ഉപയോഗിച്ച് അതിന് അടിമപ്പെടും. മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്ത് ചിലപ്പോൾ ജീവിതം അവസാനിപ്പിക്കും. ഇതൊക്കെ ചരിത്രം നമ്മുടെ കൺമുമ്പിൽ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ നമുക്ക് ഇനിയാണ് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, നമുക്ക് ഇങ്ങനൊരു അവസ്ഥ, ഇപ്പൊ നമ്മള് റെസ്പെക്ട് കൊടുത്ത വ്യക്തി, പരിഗണന കൊടുത്ത വ്യക്തി നമ്മളെ കബളിപ്പിക്കുമ്പോൾ നമ്മൾ സ്വയം ചോദിക്കാം. നമുക്ക് ആ ഒരു അനുഭവം നമ്മൾ റിക്കവർ ചെയ്യാൻ പഠിക്കാം, ആ ഒരു അവസ്ഥയെ നമ്മൾ റിക്കവർ ചെയ്യാൻ പഠിക്കാം. അതാണ് ഞാൻ പറയുന്നത്. എന്താന്ന് വെച്ചാല് നമ്മൾ സ്വയം ചോദിക്കാം, എന്തിനായിരുന്നു നമ്മൾ ആ വ്യക്തിക്ക് റെസ്പെക്ട് കൊടുത്തത്? എന്തിനായിരുന്നു നമ്മൾ ആ വ്യക്തിക്ക് പരിഗണന കൊടുത്തത്? എന്നാലോചിച്ച് നോക്കിയാൽ ആ വ്യക്തിക്ക് നമ്മൾ റെസ്പെക്റ്റും പരിഗണനയും കൊടുക്കുമ്പോൾ ആ വ്യക്തി സന്തോഷമായിട്ടിരിക്കട്ടെ, സമാധാനമായിട്ടിരിക്കട്ടെ, അല്ലെ? അല്ലെങ്കിൽ ആ വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് തല്ലിയുടെ പോലെ, അപ്പൊ ആ വ്യക്തി സന്തോഷം സമാധാനം ഉണ്ടായി വരില്ല. അപ്പൊ നമ്മളെ കൊണ്ട് ആ വ്യക്തിക്ക് സന്തോഷം ഉണ്ടാവട്ടെ, സമാധാനം ഉണ്ടാവട്ടെ. അതിനാണ് നമ്മൾ വ്യക്തിക്ക് റെസ്പെക്റ്റും പരിഗണനയും കൊടുക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ വ്യക്തി നമ്മളെ കബളിപ്പിച്ചു, ആ വ്യക്തി ജയിച്ചു, അല്ലെ? അവർ സന്തോഷിക്കട്ടെ, അവർ സന്തോഷിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ റെസ്പെക്ട് കൊടുത്തത്. അപ്പൊ ആ സന്തോഷം നമ്മൾ അകലെ നിന്ന് ആസ്വദിക്കുക. മനസ്സിലായി? ആ വ്യക്തി അറിയാതെ ആ വ്യക്തി സന്തോഷിക്കുന്നത് കാണുമ്പോൾ അത് നമ്മൾ ആസ്വദിക്കുക. സ്വയം തോറ്റു കൊടുത്തുകൊണ്ട് ആസ്വദിക്കുക എന്ന് പറയും, അല്ല? അവര് ജയിച്ചു, അവര് നമ്മളെ കബളിപ്പിച്ച് അവര് വിജയിച്ചു, അവർക്ക് കളിച്ച് ചിരിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നു. നമ്മളത് അകലെ നിന്ന് കണ്ടിട്ട് നമ്മൾ സ്വയം തോറ്റു കൊടുത്തുകൊണ്ട് നമ്മൾ ആ സന്തോഷത്തെ ആസ്വദിക്കുക, സ്വയം തോൽവിയുടെ സൗന്ദര്യം ആസ്വദിക്കാം. അപ്പൊ നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റും. അങ്ങനെ
അങ്ങനെ ചെയ്താൽ ഒരു നാൾ ഈ കബളിപ്പിക്കപ്പെട്ട വ്യക്തി, നമ്മളെ വഞ്ചിച്ച വ്യക്തി കളിച്ചു ചിരിച്ച് സന്തോഷിക്കുമ്പോ സ്വയം തോറ്റുകൊടുത്തവന്റെ സൗന്ദര്യം എന്ന് പറയും. സ്വയം തോൽവിയുടെ സൗന്ദര്യം. ഈ ജയിച്ചവന്റെ, നമ്മളെ പറ്റിക്കപ്പെടുത്തി നമ്മുടെ റെസ്പെക്ട് വിലയില്ലാതെ കണ്ട് പറ്റിക്കപ്പെടുത്തി കളിച്ച് ചിരിച്ചിരിക്കുന്നവന്റെ മുകളിലായിരിക്കും സ്വയം തോൽവിയുടെ സൗന്ദര്യം. ഇത് ഞാൻ പറഞ്ഞതല്ല, പ്രകൃതി നയമാണ്. ഈസ്മി ഗിരി തൃശൂർ.